അയാളെ പിടിച്ചുകെട്ടാൻ പാടാണെന്ന് മുംബൈ താരങ്ങൾക്ക് നല്ലപോലെ അറിയാവുന്നതാണ്. അറിഞ്ഞുകൊണ്ട് മാത്രമല്ല എന്ന ഓർമ്മപ്പെടുത്തൽ വാങ്കഡയിൽ അയാളങ്ങ് നടപ്പിലാക്കി. ലക്നൌവിനെ തകർത്തടിഞ്ഞ് റമൻഡോഡയുടെ വെള്ളി വെളിച്ചവുമായി എത്തിയവർക്ക് ഒരൊറ്റ വില്ലനായിരുന്നു. കാറ്റും കോളും പേമാരിയും കണക്കെ മുംബൈ മണ്ണിനെ പിടിച്ചുകുലുക്കി സഞ്ജു സാംസൺ സംഹാര താണ്ഡവ നൃത്തമാടി. ആരവങ്ങൾ വാനോളമുയർന്ന പോരാട്ട വീരത്തിന്റെ ഒരു സായാഹ്നമായിരുന്നു വാങ്കഡയിലെ ഓരോ നിമിഷവും. മുംബൈ ഇന്ത്യൻസിന്റെ കരുത്തുറ്റ ബൗളിംഗ് നിരക്ക് മുമ്പിൽ ചെന്നൈ സൂപ്പർ കിങ്സ് പതറാതെ പിടിച്ചു നിന്നപ്പോൾ ആ പോരാട്ടത്തിന് ചുക്കാൻ പിടിച്ചത് മലയാളി താരം സഞ്ജു സാംസൺ ആയിരുന്നു. വാശിയേറിയ പോരാട്ടത്തിൽ നിശ്ചിത 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് 207 റൺസ് എന്ന വലിയ സ്കോർ തന്നെ പടുത്തുയർത്തി. തലവര ശരിയാക്കാൻ തലയുണ്ടാകുമെന്ന് വാർത്തകൾ ഓരോന്നും പ്രചരിച്ചിരുന്നു. എന്നാൽ ഇത്തവണയും കളിക്കളത്തിൽ ധോണി ഉണ്ടായിരുന്നില്ല. സഞ്ജു സാംസന്റെ അസാമാന്യ ബാറ്റിംഗ് പ്രകടനം ചെന്നൈയുടെ ആത്മവിശ്വാസത്തിന് ഊർജം പകരുകയും സ്കോർ ബോർഡിന് അത്ഭുതകരമായ വേഗത നൽകുകയും ചെയ്തു. മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ബാറ്റിംഗിനിറങ്ങേണ്ടി വന്ന ചെന്നൈക്ക് ലഭിച്ചത് അതിശയകരമായ ഒരു തുടക്കമായിരുന്നു. സഞ്ജു സാംസണും ടീം നായകനായ ഋതുരാജ് ഗെയ്ക്വാദും ചേർന്നുള്ള കൂട്ടുകെട്ട് തുടക്കം മുതലേ മുംബൈ ബൗളർമാരെ കടന്നാക്രമിക്കുന്ന ഭീതിയിലാണ് അവലംബിച്ചത്. എന്നാൽ 14 പന്തിൽ നിന്ന് 27 റൺസ് എടുത്ത് ഋതുരാജ് പുറത്തായതോടെ ചെന്നൈ ചെറിയൊരു ഭീതി വരുത്തിയതാണ്. പിന്നീട് കണ്ടത് സഞ്ജുവിന്റെ സംഹാര താണ്ഡവമായിരുന്നു. സഞ്ജു ഓരോ പന്തും അതിർത്തി കടത്തിക്കൊണ്ട് മൈതാനത്ത് വെടിക്കെട്ടൊരുക്കി. ഹാർദിക് പാണ്ഡ്യ എറിഞ്ഞ 4-ാം ഓവറിൽ മാത്രം 19 റൺസാണ് ചെന്നൈ അടിച്ചെടുത്തത്. സർഫറാസ് ഖാൻ 14 റൺസ് എടുത്ത് പെട്ടെന്ന് മടങ്ങിയെങ്കിലും സഞ്ജു തളരാതെ ബാറ്റിംഗ് തുടർന്നതോടെ 6 ഓവർ പൂർത്തിയായപ്പോൾ ചെന്നൈ 73 റൺസ് എന്ന ഭദ്രമായ നിലയിലേക്കെത്തി. മറുവശത്ത് വിക്കറ്റുകൾ ഓരോന്നായി വീഴുമ്പോഴും സഞ്ജു സാംസൺ ഒരു വശത്ത് അചഞ്ചലമായി നിലകൊള്ളുകയായിരുന്നു. ശിവൻ ദുബെ വെറും 5 റൺസ് മാത്രമെടുത്ത് പുറത്തായപ്പോൾ ചെന്നൈയുടെ തകർച്ച മുംബൈ ആരാധകർ പോലും സ്വപ്നം കണ്ടിരുന്നു. എന്നാൽ തളരാതെ പോരാടിയ സഞ്ജു ഡ്രെവാൾഡ് ബ്രവിസിനെ കൂട്ടുപിടിച്ച് ടീമിനെ സുരക്ഷിതമായി 100 കടത്തി. 10 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 111 റൺസ് എന്ന നിലയിലായിരുന്നു അപ്പോൾ ടീം. സഞ്ജുവിന്റെ ബാറ്റിംഗിന്റെ ഊക്ക് ഒട്ടും കുറയാതെ നിലനിന്ന സമയത്താണ് വെറും 26 പന്തിൽ അദ്ദേഹം തന്റെ അർദ്ധ സെഞ്ചുറി തികച്ചത്. അധികം വൈകാതെ തന്നെ 11 പന്തിൽ 21 റൺസ് എടുത്ത ബ്രവിസും അടങ്ങിയതോടെ ചെന്നൈ വീണ്ടും പ്രതിസന്ധിയിലായെങ്കിലും സഞ്ജുവിന്റെ ബാറ്റിൽ നിന്നുള്ള പ്രഹരങ്ങൾ നിലച്ചിരുന്നില്ല. 5-ാം വിക്കറ്റിൽ കാർത്തിക് ശർമ്മയെ കൂട്ടുപിടിച്ചാണ് പിന്നീട് സഞ്ജു സ്കോർ ബോർഡിൽ വിസ്മയങ്ങൾ തീർത്തത്. മുംബൈയുടെ തന്ത്രങ്ങളെല്ലാം സഞ്ജുവിന്റെ ക്രീസിലെ മികവിന് മുമ്പിൽ നിഷ്പ്രഭമായി. സിക്സറുകളും ഫോറുകളും വാരിക്കൂട്ടിയ സഞ്ജു 15 ഓവർ പൂർത്തിയാകുമ്പോൾ ചെന്നൈയെ 149 റൺസിലെത്തിച്ചു. 16-ാം ഓവറിലായിരുന്നു മത്സരത്തിന്റെ ഗതി നിർണയിച്ച സഞ്ജുവിന്റെ ആ ഒരൊറ്റ വിക്രമം വന്നത്. 16-ാം ഓവറിലായിരുന്നു മത്സരത്തിന്റെ ഗതി നിർണയിച്ച സഞ്ജുവിന്റെ മറ്റൊരു വിക്രമം. ആ ഓവറിൽ ഒരു സിക്സറും 2 ഫോറുകളും അടക്കം 15 റൺസാണ് അദ്ദേഹം വാരിക്കൂട്ടിയത്. ഇതിനിടയിൽ കാർത്തിക് 18 റൺസ് എടുത്തും ജാമി ഓവർട്ടൺ 15 റൺസ് എടുത്തും പവനിലേക്ക് മടങ്ങിയെങ്കിലും സഞ്ജുവിന്റെ പോരാട്ട വീര്യം ഒട്ടും ചോരാതെ സ്കോർ ബോർഡ് മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരുന്നു. അവസാന ഓവറുകളിൽ സഞ്ജു സാംസൺ തന്റെ ബാറ്റിംഗിന്റെ സർവ്വമാന്ത്രികതയും പുറത്തെടുക്കുകയായിരുന്നു. ഓരോ പന്തിലും റൺസ് ഒഴുക്കിയതോടെ ചെന്നൈയുടെ ആകെ സ്കോർ 200 കടന്നു. മത്സരത്തിന്റെ ആദ്യഘട്ടത്തിൽ തകർപ്പൻ പ്രകടനത്തോടെ അവസാനിച്ച ആ ഓവറിൽ 16 റൺസാണ് സഞ്ജു തന്റെ സ്വപ്ന തുല്യമായ സെഞ്ചുറി പൂർത്തിയാക്കിയത്. 54 പന്തിൽ നിന്ന് 101 റൺസ് എടുത്ത് അദ്ദേഹം പുറത്താകാതെ നിന്നപ്പോൾ ചെന്നൈ ആരാധകർ മറ്റൊരു തലയെ കാണുകയായിരുന്നു. ഈ സീസൺ IPL-ലെ സഞ്ജുവിന്റെ 2ാമത്തെ സെഞ്ചുറിയായിരുന്നു. അദ്ദേഹത്തിന്റെ ബാറ്റിംഗിലെ അസാമാന്യമായ ഫോമിനും സ്ഥിരതയും വിളിച്ചോതുകയാണ്. സഞ്ജുവിന്റെ ഈ വിശ്വരൂപം ചെന്നൈക്ക് വലിയൊരു ആശ്വാസവും മുംബൈക്ക് ശക്തമായ വെല്ലുവിളിയായിരുന്നു. മറുവശത്ത് പ്രതിഭകൾ വീടുമ്പോഴും താൻ നേരിടുന്ന വെല്ലുവിളികളെ നിഷ്പ്രയാസം നേരിട്ടുകൊണ്ട് ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരിക്കുകയാണ്. സഞ്ജുവിന്റെ ബാറ്റിൽ നിന്ന് പുറപ്പെട്ട ഓരോ പ്രഹരവും ക്രിക്കറ്റ് പ്രേമികൾക്ക് ഒരു വിരുന്നായിരുന്നുവെങ്കിൽ എതിരാളികൾക്ക് അത് ഒരു പ്രഹരമായി മാറി. 207 എന്ന കടമ്പ കടക്കാൻ സർവ്വതും നൽകണമെന്ന ഹാർദിക്കിനും കൂട്ടർക്കും നന്നായി അറിയാമായിരുന്നു. പക്ഷേ 19 ഓവർ പിന്നിട്ടപ്പോഴേക്കും പരാജയത്തിന്റെ കരിനിഴൽ വാങ്കഡയിൽ പ്രതിഫലിച്ചു.
104 റൺസ് എടുത്ത് മടങ്ങാൻ മാത്രമായിരുന്നു അവരുടെ നിയോഗം. 103 റൺസിന്റെ ആധികാരികമായ വിജയം ചെന്നൈ സൂപ്പർ കിങ്സ് സ്വന്തമാക്കിയിരിക്കുകയാണ്. അതിനാൽ തന്നെ 5ാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുകയാണ്. സ്വന്തം അങ്കത്തട്ടിലെ ചെന്നൈ ഗർജനം ഹാർദിക്കിനും കൂട്ടർക്കും താങ്ങാവുന്നതിലും അപ്പുറമാണ്. തന്നിൽ വിശ്വാസമർപ്പിക്കുന്ന ജനതയെ നിരാശയിലാക്കാൻ അയാൾ തയ്യാറല്ല. എന്തൊക്കെയോ കരുതി കൂട്ടിയിട്ടുള്ള വരവാണ്. അയാളുടെ അടിയിൽ ആടിയുലയാൻ പലർക്കും ഇനി ബാക്കിയാണ്. എത്രയോ കാലമായി കാത്തിരുന്ന ഒരു നിമിഷമാണിത്. ഒരു മലയാളിയായതിനാൽ ഒരുപാട് അഭിമാനമുണ്ട്. കഴിഞ്ഞ 18 വർഷമായി മുംബൈ ഇന്ത്യൻസിനെതിരെ ഒരു ചെന്നൈ സൂപ്പർ കിങ്സ് ബാറ്റർ പോലും സെഞ്ചുറി നേടാൻ സാധിച്ചിരുന്നില്ല. ആ വലിയ കാത്തിരിപ്പിന് വിരാമമിട്ടത് നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ ആണ്. അതും മുംബൈയുടെ കോട്ടയായ വാങ്കഡ സ്റ്റേഡിയത്തിൽ. ഈ നേട്ടം നമ്മൾ മലയാളികൾക്ക് നൽകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ചെന്നൈയും മുംബൈയും തമ്മിലുള്ള മത്സരമെന്നത് IPL തന്നെ ഏറ്റവും വലിയ പോരാട്ടമാണ്. 2 ഇതിഹാസ ടീമുകൾ തമ്മിലുള്ള ആവേശകരമായ എൽ ക്ലാസിക്കോയാണ്. ഈ വലിയ വേദിയിലാണ് സഞ്ജു ചരിത്രം തിരുത്തി എഴുതിയത്. അത്രയും കടുത്ത മത്സരത്തിൽ എതിരാളികളുടെ തട്ടകത്തിൽ ചെന്ന് സെഞ്ചുറി നേടുക എന്നത് ഒരു ഇതിഹാസ താരത്തിന് മാത്രം സാധിക്കുന്ന കാര്യം തന്നെയാണ്. മഹേന്ദ്ര സിംഗ് ധോണിയുടെയും സുരേഷ് റെയ്നയുടെയുമൊക്കെ പിൻഗാമിയായി മഞ്ഞക്കുപ്പായത്തിൽ സഞ്ജു ആ വലിയ റെക്കോർഡ് തൻ്റെ പേരിലാക്കിയിരിക്കുകയാണ്. പലരും കരുതിയത് വാങ്കഡയുടെ പിച്ചിൽ അയാൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നായിരുന്നു. എന്നാൽ അയാൾ അത് നേടി, അതും തൻ്റെ 2ാമത്തെ സെഞ്ചുറി. എന്നാൽ 2ാം ഇന്നിംഗ്സിൽ മുംബൈ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയപ്പോഴാണ് ആ പിച്ചിലെ യഥാർത്ഥ സ്വഭാവം ലോകം കണ്ടത്. 104 റൺസിന് മുംബൈയുടെ വമ്പൻ നിര ബാറ്റർ കൂടാരം കയറി മറ്റുള്ളവർ റൺസ് കണ്ടെത്താൻ പാടുപെട്ടു. അതേ പിച്ചിലാണ് സഞ്ജു സെഞ്ചുറി നേടിയത്. സമ്മർദ്ദങ്ങൾക്ക് നടുവിലും എത്ര അനായാസമായാണ് അയാൾ ബാറ്റ് വീശിയത്. ക്ലാസിക് ഷോട്ടുകൾ, ഫീൽഡർമാർക്കിടയിലൂടെ കൃത്യമായ ഗ്യാപ്പുകൾ കണ്ടെത്തുന്ന ശൈലി, അതിശയിപ്പിക്കുന്ന സിക്സറുകൾ എല്ലാം ഒന്നിനൊന്നിന് മികച്ചതായിരുന്നു. പ്രത്യേകിച്ച് ലോകത്തിലെ ഏറ്റവും മികച്ച ബൗളറായ ജസ്പ്രീത് ബുംറയ്ക്കെതിരെ സഞ്ജു കളിച്ച ആ സ്ക്യൂപ്പ് ഷോട്ട്, അത് കണ്ടുനിന്ന ഏതൊരു ക്രിക്കറ്റ് ആരാധകന്റെയും മനം നിറക്കുന്ന ഒന്നായിരുന്നു. ഒരു ഏകാന്ത പോരാളിയെപ്പോലെ നിന്ന് 54 പന്തിൽ അവൻ നേടിയ ആ 101 റൺസ് IPL ചരിത്രത്തിലെ സുവർണ ലിപികളിൽ എഴുതപ്പെടും. ഇത് വെറും ഒരു മത്സരമല്ല, മറിച്ച് നമ്മുടെ സ്വന്തം സഞ്ജുവിൻ്റെ മായാത്ത ചിത്രമാണ്. ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് IPLലെ ഏറ്റവും മോശം ബൗളിംഗ് നിരയായിരുന്നു എന്നാണ് ചെന്നൈ സൂപ്പർ കിങ്സിനെ പലരും വിളിച്ചിരുന്നത്. പോരാട്ടത്തിന് പരിക്ക് കൂടി വില്ലനായി എത്തിയപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളായി. അവരുടെ പ്രധാന ഓപ്പണിംഗ് ബൗളറായ ഖലീൽ അഹമ്മദ് പരിക്കേറ്റ് പുറത്തായതോടെ എല്ലാം അവസാനിച്ചെന്ന് പലരും കരുതി. പ്രതീക്ഷകൾ മങ്ങിയ ആ ഇരുണ്ട കാലത്തു നിന്നാണ് അവൻ ഉജ്ജ്വലനായി തിരിച്ചു വരുന്നത്. ഇന്നലെ ഏറ്റവും മോശമെന്ന് മുദ്ര കുത്തപ്പെട്ട ഒരു ബൗളിംഗ് നിര ഈ സീസണിലെ ഏറ്റവും മികച്ച ബാറ്റിംഗ് നിരകളിൽ ഒന്നിനെയാണ് അക്ഷരാർത്ഥത്തിൽ ചുരുട്ടിക്കൂട്ടിയത്. കാര്യമായ മുംബൈ ഇന്ത്യൻസിനെ വെറും 104 റൺസിനാണ് അവർ എറിഞ്ഞിട്ടത്. CSKക്കെതിരെ അവരുടെ എക്കാലത്തെയും കുറഞ്ഞ സ്കോറാണിത്. CSK സ്വന്തമാക്കിയതോടെ മുംബൈക്കെതിരെ അവരുടെ ഏറ്റവും വലിയ മാർജിനിലുള്ള വിജയം കൂടിയാണിത്. അതെ, ഇതിനെയാണ് യഥാർത്ഥ തിരിച്ചുവരവെന്ന് വിളിക്കേണ്ടത്. ഹക്കീൽ ഹുസൈനും നൂർ അഹമ്മദുമാണ് ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ ആയുധങ്ങൾ. ഇരുവരും ചേർന്ന് എതിരാളികളുടെ ജീവിതം നരകതുല്യമാക്കുകയാണ്. ഈ സ്പിൻ ജോഡിയുടെ കൂട്ടുകെട്ട് ഓരോ മത്സരം കഴിയും തോറും കൂടുതൽ അപകടകാരികളായി മാറിയിരിക്കുകയാണ്. അവരുടെ പന്തുകൾക്ക് മുന്നിൽ ബാറ്റർമാർക്ക് ഉത്തരങ്ങളില്ല. പിന്നെ എടുത്തു പറയേണ്ടത് പർപ്പിൾ കേപ്പ് ഹോൾഡറായ അൻഷുൽ കംബോജിനെ കുറിച്ചാണ്. എന്തൊരു ഗംഭീര സീസണാണ് അദ്ദേഹത്തിന്. കൃത്യതയാർന്ന ലൈനും ലെങ്ത്തും കൊണ്ട് അദ്ദേഹം വിക്കറ്റുകൾ കൊയ്യുന്നു. മുകേഷ് ചൗധരിയാകട്ടെ തൻ്റെ ഓപ്പണിംഗ് സ്പെല്ലുകളിൽ പൂർണ്ണ ഫോമിലേക്ക് തിരിച്ചെത്തി തീപ്പൊരി പാറിക്കുന്നു. ആവശ്യമുള്ള സമയങ്ങളിൽ നിർണായക വിക്കറ്റുകൾ വീഴ്ത്തി ജാമി ഓവർട്ടണും തൻ്റെതായ പങ്ക് വഹിക്കുന്നു. പെട്ടെന്നൊരു ദിവസം ഈ ബൗളിംഗ് നിര ഒരു കില്ലർ മോഡിലേക്ക് മാറിയിരിക്കുകയാണ്. എഴുതി തള്ളിയവർക്ക് മുമ്പിൽ അവർ ഒരു കൊടുങ്കാറ്റായി മാറിക്കഴിഞ്ഞു. എതിരാളികൾ ഇപ്പോൾ ശരിക്കും ഭയക്കേണ്ടതുണ്ട്.